മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് തന്നെയാണ്, പി ശശിയെക്കുറിച്ചാണ്. അതായത് പാർട്ടി സെക്രട്ടറിക്ക് PV അൻവർ നൽകിയ പരാതി കത്ത് അദ്ദേഹം തന്നെ ഇന്ന് തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വിശദമായ കാര്യങ്ങളാണ്. നമ്പറിട്ട 8 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി നൽകിയിരുന്നത്. ചില ചാനൽ അഭിമുഖങ്ങളിലൊക്കെ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല എന്ന് നിഷേധിച്ച് പറയുന്ന പ്രതികരണങ്ങളുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ അൻവർ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കത്ത് ഇതിനോടകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കാണ്. അതായത് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ നമ്പറിട്ടാണ്. അതായത് ഈ വിവാദ യൂട്യൂബർ, മാധ്യമപ്രവർത്തകനൊന്നും ഞാൻ പറയുന്നില്ല, വിവാദ യൂട്യൂബർ തൊട്ട് ഇങ്ങോട്ട് സ്വർണ്ണ കടത്തിൻ്റെ പങ്ക് പറ്റിയെന്നടക്കമുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ 8 വിഷയങ്ങൾ ഞാനത് മൊത്തം വായിച്ചു നോക്കിയിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ മുഖ്യമന്ത്രി കാര്യത്തിൽ ശശിക്കെതിരെ എന്തൊക്കെ പരാതി വരുന്നു അതിനൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളുന്നു. അതുമാത്രമല്ല ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുത്തു. മുഖ്യമന്ത്രി കാര്യം ക്ലിയർ ആക്കി. ഇനി ഇതിൽ പാർട്ടി ഒരു പരിശോധനയ്ക്ക് തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, പാർട്ടി ഇങ്ങനെ പരിശോധിക്കാൻ തയ്യാറാവുക? എൻ്റെ കൂടെ ദശാബ്ദങ്ങളോളം വർക്ക് ചെയ്ത മഹാനായ ഒരു മനുഷ്യനാണ് പി ശശി എന്ന് ആരാധ്യനായ ശ്രീ MV ഗോവിന്ദൻ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അതിനകത്ത് എന്താ പരിശോധന? അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന് സർട്ടിഫൈ ചെയ്ത ഒരാളെക്കുറിച്ച് CPM അന്വേഷിക്കുമോ? അതിന് CPM ആയിട്ടില്ല, അതിന് ആവുമെന്നറിയില്ല, ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ടാണ് പി ശശിക്കെതിരായിട്ടുള്ള പരാതിയിൽ പോലും അദ്ദേഹം നല്ല നിലയ്ക്കുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ്, ഞങ്ങൾ വ്യക്തിപരമായി തന്നെ എത്ര അടുപ്പമുണ്ടെന്ന് MV ഗോവിന്ദൻ പറയുന്നത്. നമുക്ക് പി ശശി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എന്താ പറയുന്നത് ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് അദ്ദേഹമാണ്. സകല മന്ത്രിമാരെക്കാളും മുകളിലുള്ള സകല മന്ത്രിമാരുടെയും അധികാരിയായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. നോക്കൂ, ആഭ്യന്തര വകുപ്പിനെ ചലിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായിട്ടൊരു കസേരയിലാണ് പി ശശി ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പും നായനാർ സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അന്നുണ്ടായി വന്ന വിവാദങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഞാനിപ്പോൾ ഇതിലേക്ക് മാത്രം വരാം. ഇതിലേക്ക് മാത്രം വരുമ്പോൾ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതിനകത്ത് ഇദ്ദേഹത്തെക്കുറിച്ചുണ്ട്. എല്ലാം ആരോപണങ്ങളാണ്. വസ്തുതകളുടെ പിൻബലം അതിനുണ്ടെന്ന് ചോദിച്ചാൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് യൂട്യൂബർക്ക് വേണ്ടി അദ്ദേഹം അട്ടിമറി നടത്തി എന്നതാണ്. നോക്കൂ, ഈ യൂട്യൂബറുടെ കാര്യത്തിൽ കേരളത്തിലെ CPMമാർക്ക് മുഴുവൻ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അത് CPMനെ തകർക്കാനും കേരളത്തെ തകർക്കാനും പണിയെടുക്കുന്ന ഒന്നാണ്. ആ യൂട്യൂബറുടെ പേജിൽ നിങ്ങൾ ഇപ്പോൾ പോയി നോക്കിയാലും 153A ചുമത്താൻ കഴിയുന്ന, മതപരമായി മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നു എന്ന പേരിൽ കേസെടുത്ത് അകത്താക്കാൻ കഴിയുന്ന കണ്ടന്റ് ഇപ്പോഴും കാണാം. നീക്കിയിട്ടില്ലെങ്കിൽ അത് മാത്രം സംപ്രേഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന, ആളുകളെ കൂട്ടുന്ന, വെറുപ്പ് മാത്രം പറയുന്ന മനുഷ്യരെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിലെ കേസെടുക്കാൻ ഒരു തടസ്സവുമില്ല എന്നിരിക്കെ അയാൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ സർക്കാരിൻ്റെ കീഴിൽ മുഖ്യമന്ത്രി തന്നെ പറയാണ്, നോക്കൂ, എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഇയാളാണ് എന്ന് പറയാണ്. ആ മുഖ്യമന്ത്രിയെ കളിയാക്കി പരിഹസിച്ചു എന്നുകൊണ്ടൊന്നും ചിലപ്പോൾ കേസെടുക്കാൻ പറ്റുന്ന വരില്ല. അത് അങ്ങനെ എടുത്ത സംഭവമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ആൾക്കാർക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തി അകത്തിട്ട സർക്കാരാണിത്. കാപ്പ ചുമത്താനും നോക്കി, ഏതാണ് വിമാനത്തെ വെച്ച് വിളിച്ചത്. അത്രയൊന്നും ആത്മാർത്ഥത ഈ കാര്യത്തിലില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോഴും വിദ്വേഷത്തിൻ്റെ കണ്ടന്റുകൾ നിരന്തരം ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ഇയാൾ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു? പോലീസിൻ്റെ വയർലെസ് സെറ്റ്, അതിലെ സന്ദേശങ്ങൾ മോഷ്ടിച്ചുവെന്ന സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് നേരിടുന്നു ഇയാൾ. അയാൾക്ക് എങ്ങനെ സീരിയസ് ആയിട്ടുള്ള ചാർജുകൾ ഒഴിവാക്കി കിട്ടുന്നു? അപ്പോഴാണ് PV അൻവർ പറഞ്ഞത് 1.5 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന്. PV അൻവറിൻ്റേത് ആരോപണം മാത്രമാണ്. 1.5 കോടി കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നത് തെളിവൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം കൈക്കൂലിയൊന്നും കൊടുത്തിട്ടില്ല, ഒരു നിലയ്ക്കുള്ള വളഞ്ഞ വഴിയിലൂടെ ഒരു ഏർപ്പാടും നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ അയാൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. അതർവൈസ് സാധാരണ നിലയ്ക്ക് അയാൾ സംരക്ഷിക്കപ്പെടാൻ ഒരിക്കലും പറ്റില്ല. കാരണം അതിനേക്കാളും സില്ലി റീസൺസ് ഇന്ന് ക്രൈം മന്ത്രിമാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും വീര്യം കുറഞ്ഞ കുഴപ്പങ്ങൾ കാണിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ചരിത്രമുള്ള, അതിന് നിയമപരമായ സാധ്യതയുള്ള ഈ നാട്ടിൽ ഈ വിദ്വേഷ യൂട്യൂബർ, ഹേറ്റ് ട്യൂബർ എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല? ഈ സിദ്ദിഖിൻ്റെ കാര്യം കണ്ടോ? സിദ്ദിഖ് സുപ്രീം കോടതി പോയിട്ട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി എന്ത് ചെയ്തു? 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് നീട്ടിവെച്ചു. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി ഉണ്ടാക്കാൻ സിദ്ദിഖിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്താരാണ്? പോലീസ് ഇയാളെ പിടിക്കാതിരിക്കുക. ഈ വിദ്വേഷ യൂട്യൂബറുടെ കഥ എക്സാക്ട് സെയിം ആണ്. അതായത് അയാളെ അറസ്റ്റ് ചെയ്യാതെ അൻവർ പറയാണ്, ഞാൻ അതിൻ്റെ എല്ലാ ലൊക്കേഷനും വരെ പറഞ്ഞു കൊടുത്തു, പക്ഷെ പോയില്ല. സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കും വരെ അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ആവശ്യമായ മുഴുവൻ സഹായവും കരുതലും ഈ പോലീസ് ചെയ്തു കൊടുത്തു.
സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരാത്ത കേസാണെന്ന് നോക്കാം. പക്ഷേ അൻവർ നിരന്തരമായി ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ടേയിരുന്നു ഇത് പ്രശ്നമാണ്. ശശി ഇടപെട്ടില്ലല്ലോ. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പരാതിയിലെ ഒരു പരാതി വളരെ ലോജിക്കലാവുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം. ശശിക്കെതിരെ വരുന്നിട്ടുള്ള പരാതി ചില്ലറ പരാതിയല്ല. രണ്ടാമത്തെ പരാതി സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നതാണ്. അത് നമുക്കറിയില്ല. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി അവിടെ വരുന്ന സ്ത്രീകളോട്, യുവതികളോട് അവരുടെ നമ്പർ വാങ്ങിക്കുന്നു, പിന്നെ അവരെ വിളിച്ച് മോശമായിട്ട് പെരുമാറുന്നു എന്നതുപോലെ പരാതികളൊക്കെ ഉണ്ട്. വേറെയും പല കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് അന്തരീക്ഷത്തിലുണ്ട്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ്? അദ്ദേഹത്തിൻ്റെ ചരിത്രം ഡിവൈഎഫ്ഐ പ്രവർത്തകയായ ഒരു വനിതാ സഖാവിനോട് മോശമായി പെരുമാറി എന്നതിൻ്റെ പേരിൽ നിക്കക്കള്ളിയില്ലാതെ CPM സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും അത് കഴിയാത്ത സമ്മർദ്ദം ഉണ്ടാവുകയും പുറത്തു പോവുകയും ചെയ്യേണ്ടി വന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അതാണ്. ആ ഹിസ്റ്ററിയുള്ള ഒരാളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പരാതികൾ ഉയർന്നു വരുന്നത് എന്ന കാര്യം ഓർക്കണം. അത്രയും ഞാൻ പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം വിശുദ്ധനാണ്, ഒരു നിലക്കുള്ള മോശം പശ്ചാത്തലമില്ലാത്ത ആളാണ് എന്ന് പറയുന്നില്ല എന്നല്ല പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ആ പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ കാണാൻ. ബാക്കിയും കുറേ അധികം ആരോപണങ്ങളുണ്ട്. സർക്കാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ല എന്നുകൊണ്ട് ഇത് രണ്ടും ഒരിക്കലും പിടിക്കപ്പെടില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ശശി എന്ന് പറയുന്ന ആൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ കേവലാരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുന്നതല്ല. അപ്പോൾ ഏറ്റവും പവർഫുള്ളായ ഒരാൾക്കെതിരെ ആർക്ക് നീങ്ങാൻ പറ്റും? എങ്ങനെ നീങ്ങാൻ പറ്റും? അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഇല്ലാതിരുന്ന ഒരാൾ ഒരു സമ്മേളനത്തിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിലും വന്നേക്കും. എന്നിട്ട് പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുകയാണ്. സകല കാര്യങ്ങളും തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. മാതൃകാപരമായി പ്രവർത്തിക്കുന്നു, ശരിയാമണ്ണം പ്രവർത്തിക്കുന്നു. അൻവർ പരാതിയായിട്ട് ചെല്ലുമ്പോൾ അൻവർ കൊണ്ടുവരുന്ന എല്ലാ പരാതിയും അന്വേഷിക്കാനിരിക്കുകയല്ല എന്ന് പറയുന്നു. അൻവർ കൊണ്ടുവരുന്ന പരാതി ഏതാണ്? ഇനി ഹേറ്റ് യൂബർക്കെതിരായ പരാതിയാണ്. പക്ഷേ അത് ഞങ്ങൾ എടുക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശശി അത്രയും പവർഫുള്ളാണ്. ഇത്ര ഗുരുതരമായ സംഗതികൾ മുമ്പിലുണ്ടായിട്ടും ഈ കേരളത്തിലെ CPMകാരും അല്ലാത്തവരും ഇപ്പോൾ നിരന്തരമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശശി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശശിയുടെ കീഴിൽ ഈ പറഞ്ഞ വിദ്വേഷക്കാർ വാഴുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പലതുമുണ്ട്. CPMന് തോന്നുന്നില്ല അന്വേഷിക്കാൻ. അത്രയും പവർഫുള്ളാണ് ശശി എന്ന് വിചാരിക്കണം. അപ്പോൾ ശശി എങ്ങനെ പവർഫുള്ളാവുന്നു? അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ശശിയോട് ചോദ്യം ചോദിക്കാൻ പാർട്ടിക്കും ശശിയോട് ചോദ്യം ചോദിക്കാൻ മുഖ്യമന്ത്രിക്കും കഴിയാത്ത വിധം ശശി എങ്ങനെയാണ് പവർഫുള്ളാവുന്നത്? ശശി എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ വൻകിട കേസുകളുമായി ബന്ധപ്പെട്ട് ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് ശശിക്കെതിരെ ആരോപണമുണ്ട്. ഈ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് ശശിക്കെതിരെ ഗുരുതരമായ ആരോപണമുണ്ട്. ആ കേസ് അന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ നയനാർ സർക്കാരിൻ്റെ കീഴിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശി പ്രവർത്തിച്ചു എന്ന ആക്ഷേപം ആ പാർട്ടിക്കകത്തും പുറത്തുമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇത്തരം വൻകിട ഇടപാടുകൾക്ക് ഇടനിലനിൽക്കാൻ, രാഷ്ട്രീയം നോക്കാതെ ഇടനിലനിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത പൊളിറ്റിക്കൽ കരിയറാണ് അദ്ദേഹത്തിൻ്റെത്. ഈ കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഇടപാടുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടാവാം. ആ നടത്തുന്നതിൻ്റെ മുഖ്യ കണ്ണിയായിട്ടും ആസൂത്രനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടാവണം. ന്യായമായും വിചാരിക്കണം. അങ്ങനെ ഒരു ശശിയെ തൊടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശശി തൽക്കാലം ഒരു നിലയ്ക്കും സ്ഥാനഭ്രഷ്ടനാവാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ ഒരർത്ഥത്തിൽ പരിഹസിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ കേട്ടോ, ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാം പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്ന കോൺഫിഡൻസിൽ അവർ കണ്ടുണ്ട്. ഭയങ്കരമാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. യെസ്, പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് അത്രയുമാണ്. അതുകൊണ്ട് ഈ പരാതി ഒന്ന് ഓഡിറ്റ് ചെയ്യപ്പെടാം. നേരത്തെയുള്ള പരാതിയാണല്ലോ, എത്ര ദിവസം മുമ്പ് കൊടുത്തതാണ്. ഇന്നിപ്പോൾ അൻവർ പുറത്തു വിടുന്നുള്ളൂ. അതിന്മേൽ എന്തെങ്കിലും അന്വേഷണം നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ശശിയുടെ ചരിത്രവും വർത്തമാനവും എന്ന് എനിക്ക് പറയാനുള്ളത്. ശശി ഇപ്പോഴും ഏറ്റവും സേഫ് സോണിലാണോ? സൂപ്പർ CM ആകുന്നുണ്ടോ ശശി? അദ്ദേഹം സൂപ്പർ CM ആയിരുന്നു. അത് ഏത് കാലത്താണെന്ന് വെച്ചാൽ 1996 മുതൽ 2001 വരെയുള്ള നയനാർ സർക്കാരിൻ്റെ കാലത്ത് സൂപ്പർ CM എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ സൂപ്പർ CM എന്ന് വിളിക്കാമോ? അത് പലരും പാർട്ടിക്കകത്തു നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. അതിനു മുമ്പ് ഈ നയനാർ സർക്കാരിൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അന്ന് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ് അദ്ദേഹം. അത് 10-25 വർഷം മുമ്പ് അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ്. ഈ പി ശശി ചെയ്ത കാര്യങ്ങൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നതല്ലോ. സൂര്യനെല്ലി കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന ജനാർദ്ദനക്കുറുപ്പ് അഭിഭാഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ആത്മകഥ എഴുതിയിരുന്നു. ആ ആത്മകഥ വലിയ വിവാദമായ ആത്മകഥയാണ്. അതിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഒന്ന്, സൂര്യനെല്ലി കേസിൽ PJ കുര്യൻ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി MK ദാമോദരൻ എന്ന് പറയുന്ന അഭിഭാഷകനും പി ശശിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചാണ് ആ പുസ്തകം പറയുന്നത്. എങ്ങനെയാണ് PJ കുര്യൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഇപ്പോൾ ഞാനൊരു ക്രൈം ചെയ്തു എന്നെനിക്കെതിരെ ആരോപണമുണ്ട്. ഞാൻ ആ ക്രൈം ചെയ്ത് കഴിയുമ്പോൾ എനിക്കെതിരെ കേസെടുത്ത് കോടതിയിൽ വിചാരണ നടത്തുമ്പോൾ ഞാൻ ആ ക്രൈം സീനിൽ ഉണ്ടായിരുന്നില്ല.
എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്, അല്ലേ? ഈ കുറ്റം ഞാൻ ചെയ്തില്ല എന്ന് തെളിയിക്കുന്നത് എൻ്റെ ബാധ്യതയാണ്. എൻ്റെ അഭിഭാഷകൻ എന്ത് ബാധിക്കും? ആ ക്രൈം സീനിൽ ആ സമയത്ത് ഞാൻ വേറെ സ്ഥലത്തായിരുന്നു എന്ന് കണ്ടെത്തും. പക്ഷേ സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ക്രൈം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ആ സമയത്ത് പി ജെ കുര്യൻ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയത് പി ജെ കുര്യൻ്റെ അഭിഭാഷകനല്ല, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബി മാത്യു ആണ്. സിബി മാത്യുവും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ജനാർദ്ദന കുറുപ്പ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ പി ജെ കുര്യൻ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? പി ജെ കുര്യൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പകരം അദ്ദേഹം RSS പ്രവർത്തകരായ 2 പേർക്ക് സംഭാവന നൽകുന്നുണ്ടായിരുന്നു. അതായത് പി ജെ കുര്യനിൽ നിന്ന് ഞങ്ങൾ സംഭാവന സ്വീകരിച്ചെന്ന് 2 RSS പ്രവർത്തകർ മൊഴി കൊടുത്തു. ഒരു NSS നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച കൊണ്ടുവന്ന് NSS നേതാക്കളും മൊഴി കൊടുത്തു. ഇവർ 2 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത് കണ്ടെത്തുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പോയി കണ്ടെത്തുന്നത്. അദ്ദേഹത്തെ അക്യൂറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സമാനമായ ആരോപണം ഐസ്ക്രീം കേസിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നയനാർ സർക്കാരിൻ്റെ അവസാന കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, അവസാന കാലം ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ കുത്തഴിഞ്ഞ ഒരു ഭരണമായിരുന്നു. കുത്തഴിഞ്ഞത് അതിൻ്റെ ഫലമായിട്ടാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതിഭീകരമായ ഗ്രൂപ്പ് തർക്കം കോൺഗ്രസിനുള്ളിൽ നടക്കുമ്പോൾ പോലും 140 എന്ന നിലയിലേക്ക് ആ തെരഞ്ഞെടുപ്പിൽ വിജയം വരുന്നത്. അത് കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടല്ലാതെ ജയിച്ചത്, പകരം അത്ര കുത്തഴിഞ്ഞ ഭരണമാണ് നയനാർ സർക്കാരിൻ്റെ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, നയനാർ സർക്കാർ അന്ന് ഏഷ്യാനെറ്റിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കാവുന്ന ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ടെലിഫോണിൽ ആളുകൾ വിളിക്കും, മുഖ്യമന്ത്രി വളരെ സരസമായ മറുപടി പറയും. മുഖ്യമന്ത്രി ആകെ പരിപാടി ഈ കോമഡി ഷോ നടത്തൽ മാത്രമായിരുന്നു എന്നാണ് അന്ന് ആരോപിച്ചിരുന്നത്. വേറൊരു പണി അദ്ദേഹം ഒന്നും അറിയുന്നില്ല. നമ്മൾ ചോദിച്ചില്ലേ, ഈ പിണറായി വിജയൻ ഒന്നും അറിയുന്നില്ല, ഏതോ ഒരു ഗൂഢസംഘം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിനെ താരതമ്യം ചെയ്യില്ല. നയനാരുടെ കാലത്ത് നയനാർ ഒന്നും അറിയാതെ നടന്നതുപോലെയല്ല ഈ സംഭവം. ഞാനത് പറയാൻ കാരണം ഈ സംഭവം നടന്നത് നയനാരുടെ കാലത്താണ്. നയനാർ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് പി ശശിയാണ്, മറ്റു പലരുമാണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതേ ശശി പിന്നീട് എന്ത് ചെയ്തു? ഇതേ ശശി പാർട്ടിയിൽ ശക്തനായി തന്നെ തുടർന്നു. പിന്നീടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തുടർന്നു. അങ്ങനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പാർട്ടിയിലെ ഏറ്റവും പവർഫുൾ പൊസിഷനാണ്. അവിടെയാണ് അദ്ദേഹത്തിനെതിരെ പരാതി ഉയരുകയും, ഒന്നിലധികം പരാതികൾ. അത് ഒരു മുൻ MLA-യുടെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഒരാളുടെ മകൾ ഉന്നയിച്ച പരാതി, മറ്റൊന്ന് ഒരു DFI നേതാവിൻ്റെ ഭാര്യ, DFI നേതാവ് തന്നെ ഉന്നയിച്ച പരാതി. ഈ പരാതികൾ പാർട്ടി പരിശോധിച്ചു. ഈ പരാതി പറയാൻ ചെന്ന P ജയരാജനോട് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇത് വേറെ ആരും അറിയരുത് എന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ പി ശശി എവിടം തൊട്ടാണ് പി ശശിയുടെ കൈകളിലേക്ക് ഇ കെ നയനാർ ഭരണത്തിൽ പി ശശിയുടെ കയ്യിലേക്ക് കൺട്രോൾ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും പോയിന്റ്. ചടയൻ ഗോവിന്ദൻ്റെ നിര്യാണത്തിന് ശേഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി തുടങ്ങുന്ന മുതലാണ് പി ശശി അധികാരം ലഭിക്കുന്നത്. അതുവരെ അദ്ദേഹത്തിന് അങ്ങനെ അധികാരമില്ല. അതുകൊണ്ടാണ് നയനാർ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇതേ ആരോപണം വരുന്നു, പിണറായി വിജയൻ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു, പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി. VS അച്യുതാനന്ദൻ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു, ഇത് നടപടിയെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നടപടി ഇദ്ദേഹത്തെ ചികിത്സാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റുകയും പിന്നീട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി പിന്നീട് തൊട്ടടുത്ത വർഷം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പുറത്താക്കപ്പെട്ട ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടയാൾ എങ്ങനെയാണ് 7-8 വർഷം കൊണ്ട് തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ വരിക? CPM-ൻ്റെ ഒരു സംഘടനാ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട് പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തിയ ഒരൊറ്റ ചരിത്രം CPM-ൻ്റെ ചരിത്രത്തിലില്ല. ഇപ്പോൾ M.M. ലോറൻസിനേക്കാൾ വലിയ പാരമ്പര്യമുള്ള ആളല്ലോ. ലോറൻസിൻ്റെ അച്ചടക്കമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എത്രയോ വർഷം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി തന്നെ നിന്നു, മരണം വരെ നിന്നു. എങ്ങനെയാണ് പി ശശി വെറും 7 വർഷം കൊണ്ട് തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത്? സംസ്ഥാന കമ്മിറ്റിയിലെത്തി വിത്തിൻ 5 years അദ്ദേഹം വീണ്ടും 4 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം വഹിച്ച പവർഫുൾ പൊസിഷനിലേക്ക് എത്തുന്നത്. അത് പിണറായി വിജയൻ്റെ ഡിസിഷനാണ്. നയനാർ സർക്കാരിൻ്റെ അവസാന കാലത്ത് എങ്ങനെയാണോ പിണറായി വിജയൻ തീരുമാനിച്ചത് ശശി വേണമെന്ന്, അത് തന്നെയാണ് അദ്ദേഹം എപ്പോഴും തീരുമാനിച്ചത്. അദ്ദേഹം തീരുമാനിച്ച് ശശിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതെല്ലാം നയിക്കുന്നത് ശശിയാണ്, പിണറായി വിജയന് ഒരു റോളും ഇല്ല എന്ന്. എന്താ പിണറായി വിജയൻ എന്താ തീരുമാനം എടുക്കാൻ കഴിയില്ലാത്ത രാഷ്ട്രീയ നേതാവാണോ? ഇത് പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത്. ശശി എൻ്റെ ഒപ്പം വേണം, എൻ്റെ വലം കൈയായിട്ട് ശശി വേണം എന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം എല്ലാ തടസ്സങ്ങളെയും മാറ്റി അവിടെ കൊണ്ടുപോയി അവരോധിച്ചു. പിണറായി വിജയൻ്റെ ഇംഗിതമാണ് പി ശശി നടപ്പാക്കുന്നത്. അല്ലാണ്ട് ശശിയുടെ ഇംഗിതത്തിന് പിണറായി വിജയൻ ഒപ്പുവെക്കുന്നതല്ല. പിണറായി വിജയൻ എന്താ ആഗ്രഹിക്കുന്നത് അതാണ് ശശി നടപ്പാക്കുന്നത്. അദ്ദേഹം നയനാരുടെ കാലത്ത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പിണറായിക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് എന്താണ് മുസ്ലിം ലീഗ് CPM ബാന്ധവം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത്? 2000 ആണ്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അത് ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ട ആരോപണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ് പി ശശി. അത് ആർക്ക് വേണ്ടിയത്? അത് പിണറായി വിജയൻ പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ശശിയാണ് എല്ലാം നയിക്കുന്നത്, ശശി മുഖ്യമന്ത്രിയെ മോശമാക്കി. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വേണ്ടി ശശിയെ ഉപയോഗിക്കുകയാണ്. ശശിക്ക് അതിനുള്ള കഴിവുണ്ട്. ഹീസ് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനും നടപ്പാക്കാനുമുള്ള
കഴിവുള്ള ആളാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്ന നിലയിൽ തന്നെ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിൽ CPM പ്രവർത്തകർക്ക് വേണ്ടി വാദിച്ചു അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ആ കഴിവ് പിണറായി വിജയനെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ പിണറായി വിജയനെ വില കുറച്ചാണത്. പിണറായി വിജയൻ നല്ല ചിന്താശേഷിയുള്ള രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിൽ ശശിയിലൂടെ നടപ്പാക്കുന്നതാണ്. അല്ലാണ്ട് ശശിയല്ല പിണറായി നയിക്കുന്നത്. ശശി പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്ന ആൾ മാത്രം. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്.